ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ബിജുചേട്ടാ, നരേന്ദ്രമോദിയുടെ ഒരൊറ്റ ഒപ്പിൽ പാകിസ്ഥാന്റെ 8.25 ലക്ഷം കോടി രൂപയാണ്. എത്രയാണ്? 8.25 ലക്ഷം കോടി. ഈ സംഖ്യ കേട്ടപ്പോൾ ഞാൻ എന്റെ കണ്ണൊന്ന് തിരുമിയിട്ട് ഞാൻ ഒന്നുകൂടെ നോക്കി. 8.25 ലക്ഷം കോടിയാണോ അതേ വെറും കോടിയാണോ എന്ന് ഞാൻ നോക്കി. അല്ല, ലക്ഷം കോടി തന്നെയാണ്. ഇത്ര വലിയ തുകയാണ് പാകിസ്ഥാന്റെ ഒലിച്ചു പോയിരിക്കുന്നത്, അല്ലെങ്കിൽ നരേന്ദ്രമോദി എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതൊരു വലിയൊരു ഒരു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങള് എന്താണ് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു വാർത്തയാണ്. സംഭവം കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറ് ഒപ്പിട്ടു. ഈ കരാറിൽ അടി കിട്ടാൻ പോകുന്ന രാജ്യങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബംഗ്ലാദേശ് ഉണ്ട്, അതിലോട്ട് ഞാൻ വരാം. ഈ പാകിസ്ഥാന് ഈ കരാർ വലിയ തിരിച്ചടിയാകും. ഈ കരാറ് പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നികുതിയില്ലാതെയോ കുറഞ്ഞ നികുതിയിലെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പ്രവേശനം അങ്ങോട്ടേക്ക് നമുക്ക് ലഭിക്കുന്നതോടുകൂടി പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും വ്യാപാര സാധ്യതകൾ 100%, അതായത് തുടച്ചു നീക്കുക എന്നൊക്കെ പറയുന്നില്ലേ, ഈ മോദിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പുള്ളി ഒന്നും മിച്ചം വയ്ക്കാറില്ല. പുള്ളി അങ്ങ് തുടച്ചു നീക്കിക്കളയും. പിന്നെ തല പൊക്കാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇപ്പൊ ട്രംപിനും അതുപോലെയൊക്കെ ആകണമെന്നാണ് ആഗ്രഹം. കാരണം ഒന്നും മിച്ചം വയ്ക്കാതെ എല്ലാം എനിക്ക് തന്നെ കിട്ടണം എന്നുള്ള രീതി ഉണ്ടല്ലോ. പക്ഷെ നരേന്ദ്രമോദി വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അത് ഡീൽ ചെയ്യും എന്നുള്ളതാണ് സംഭവം. അത് തുടച്ചു നീക്കിക്കളഞ്ഞു. ഈ കരാറിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള 99% ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ യൂറോപ്യൻ യൂണിയൻ അടുത്ത 7 വർഷത്തിനുള്ളിൽ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും. പകരമായി ഇന്ത്യ 97% യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെ നികുതിയും കുറയ്ക്കും. ഈ കരാർ മുഖേന യൂറോപ്യൻ വിപണിയിൽ ഇന്ത്യക്ക് വലിയ സ്വാധീനം ലഭിക്കും. പാകിസ്ഥാന്റെ കയറ്റുമതി മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും. സ്വതവേ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന പാകിസ്ഥാന് കരാർ വലിയ ഇരുട്ടടിയാണ് നൽകാൻ പോകുന്നത്. പാകിസ്ഥാന്റെ രണ്ടാമത്തെ വലിയ കയറ്റുമതി വിപണിയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അവിടെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഈ പാകിസ്ഥാൻ എന്താ യൂറോപ്പിലോട്ട് കയറ്റിയിരിക്കുന്നത്? ഈ സായിപ്പന്മാർ ഈ പൗരികതയും പരഗതിയും ഇല്ലാത്ത രാജ്യത്ത് നിന്ന് എന്താണ് വരുത്തുന്നതെന്ന് എനിക്ക് അറിയില്ല. അതെനിക്കൊന്ന് പറഞ്ഞു തരണം. ഇനി പ്രതിവർഷം $9 ബില്യൺ, പ്രതിവർഷം 8.25 ലക്ഷം കോടി രൂപ മൂല്യമുള്ള കയറ്റുമതിയാണ് ഇപ്പോൾ ഭീഷണിയിലായിരിക്കുന്നത് പാകിസ്ഥാന്റെ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായിട്ടുള്ള ടെക്സ്റ്റൈൽ രംഗത്ത് 10 മില്യൺ തൊഴിലുകൾ നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്കിത് കേൾക്കുമ്പോൾ നമ്മുടെ സിന്ധു നദീജല കരാറിൽ നരേന്ദ്രമോദി ഇട്ടൊരു ബോംബുണ്ടല്ലോ, സമാനമായിട്ടുള്ള രീതിയിൽ ഒരു സാമ്പത്തിക ബോംബാണ് പാകിസ്ഥാനി കൊണ്ടിട്ടിരിക്കുന്നതെന്ന് തോന്നി. അവരെ 8.25 ലക്ഷം കോടി പോയി. പോരാത്തതിന് അവരുടെ 10 മില്യൺ തൊഴിലുകൾ നഷ്ടപ്പെടാൻ പോവുകയാണ്. പാകിസ്ഥാന്റെ മുൻ വാണിജ്യ മന്ത്രി ഡോക്ടർ ഗോഹർ ഇജാസ് കഴിഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 മുതൽ 2.5 കോടി ആളുകൾക്കാണ് അവിടെയുള്ള തൊഴിൽ മേഖല, ഈ തുണി മേഖല, വസ്ത്രമേഖല, ടെക്സ്റ്റൈൽ മേഖല തൊഴിൽ നൽകുന്നത്. ഇവരുടെ എല്ലാവരുടെയും തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. പോരാത്തതിന് പാകിസ്ഥാന് ലഭിക്കുന്ന നികുതി അളവ് ആനുകൂല്യം നിലവിൽ GSP+, അതായത് GSP ജനറലൈസ്ഡ് സ്കീം ഓഫ് പ്രിഫറൻസസ് പ്ലസ് എന്ന ആ ഒരു പദവിയിലൂടെ പാകിസ്ഥാന് ഒരു നികുതി ഇളവ് ലഭിക്കുന്നുണ്ട്. അതും നഷ്ടപ്പെടും. വികസ്വര രാജ്യങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കുകയും ആ രാജ്യങ്ങളുടെ സാമ്പത്തിക അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയ ഉദ്ദേശത്തോടെ ഈ GSP+ പദവി ഒരു രാജ്യത്തിന് നൽകുന്നത് ആ പാകിസ്ഥാനൊരു സഹായമായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാണ് നൽകിയത്. അതുപോലും ഇനി കിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ പോവുകയാണ്. അതേസമയം ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെയാണ് അങ്ങോട്ട് പോകുന്നത്? വസ്ത്രങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, പാദരക്ഷകൾ, അങ്ങനെ ഇന്ത്യയിൽ നിന്ന് നമുക്കൊരു ലോഡ് ഓഫ് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ തുറന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ബംഗ്ലാദേശിന് ഇതിന്റെ അപ്പുറം അടിയാണ് കേട്ടോ ലഭിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ് ലഭിക്കുന്നതോടെ ബംഗ്ലാദേശിന്റെ വിപണിയിൽ ഉണ്ടായിരിക്കുന്ന മേൽക്കോയ്മ നഷ്ടപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ യൂറോപ്പിലേക്ക് വസ്ത്രങ്ങൾ കയറ്റി അയക്കുന്ന ഇതിലോട്ട്. അപ്പം ഇത് ഒരു വലിയ എന്താ പറയാ തിരിച്ചടി. നമ്മളെന്താ പറയാ, ഒരു തുള്ളി ചോര പൊടിക്കാതെ ഒരു സാമ്പത്തിക വിപ്ലവമാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരൊറ്റ കരാറിലൂടെ. യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിയൊക്കെ പാകിസ്ഥാൻ ഇനി മറികടക്കാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നു ഇത് അവസാനം ഇന്ത്യയുടെ കാല് പിടിക്കുകയല്ലാതെ പാകിസ്ഥാൻ ഒരു നിവൃത്തിയില്ല എന്നുള്ളതാണ്. അതിനാണെങ്കിൽ അവിടെയുള്ള ഭീകരവാദികൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. എനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം ഷഹബാസ് ഷരീഫ് പറഞ്ഞത്, ഓരോ രാജ്യങ്ങളെ മുമ്പിൽ ചെന്ന് തല ചുറിഞ്ഞ് നിൽക്കുമ്പോൾ എന്റെ തൊലി ഉരിഞ്ഞു പോവുകയാണെന്ന്. അസീം മുനീറിനെ കൂടെ നോക്കിയാണ് കേട്ടോ പറഞ്ഞത്. ഇനി ഞാൻ പോകില്ല, നീ പോയാൽ മതി എന്നാണ് അസീം മുനീർ നോക്കി പറഞ്ഞത്. എന്ത് തോന്നുന്നു? അല്ല, ഈ ടെക്സ്റ്റൈൽസ് വ്യാപാരമാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ. കാരണം ബംഗ്ലാദേശിൽ മുമ്പ്
ഞാൻ ഉപയോഗിച്ചിരുന്ന ഷർട്ട് എന്റെ ബ്രാൻഡ് റോഡ് സ്റ്റാർ എന്ന് പറയുന്നത് അത് ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പൊ അത് ബാംഗ്ലൂർ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പരുത്തി നൂലുകൾ നമ്മൾ സപ്ലൈ ചെയ്യുമായിരുന്നു, പരുത്തി നൂലും മറ്റുമൊക്കെ. അത് ബംഗ്ലാദേശിൽ 100 കണക്കിന് ഫാക്ടറികളുണ്ട് അത് ഇത്തരത്തിൽ പരുത്തി തുണികൾ കൊണ്ടുള്ളതും പ്യുവർ കോട്ടൺ കൊണ്ടുള്ളതുമായ ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നത്. മുമ്പ് നമ്മുടെ ടാറ്റയുടെ സ്റ്റുഡിയോ ബംഗ്ലാദേശിൽ നിന്നുള്ള ടെക്സ്റ്റൈൽസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അവിടെ റെഡിമെയ്ഡ്സും ഒക്കെ അവർ ബൾക്കായിട്ട് വാങ്ങിച്ചിരുന്നു. പിന്നീട് അവർ ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം പിന്നീട് അവരത് ഇല്ല. കാരണം ഇവിടെ നമ്മൾ നൂല് കൊടുത്ത് കാരണം അന്ന് നമ്മൾ നല്ല സ്നേഹബന്ധത്തിലായിരുന്നല്ലോ. ഈ ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങിയിട്ട് 2024 നമ്മുടെ ബന്ധം അകന്നു പോകുന്നത്. പാകിസ്ഥാനും സമാനമായ രീതിയിൽ തന്നെ ഈ ടെക്സ്റ്റൈൽസ്, അപ്പൊ ഈ യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള തുണിത്തരങ്ങൾ വെച്ചാൽ ഈ ഹൈ ക്വാളിറ്റി അല്ല. നമ്മൾ ഈ യൂറോപ്യൻ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേരുടെ തെറ്റായ ധാരണയുണ്ട്. എല്ലാവരും ബിൽഗേറ്റ്സ് ആണ് എന്നൊരു തെറ്റായ ധാരണയുണ്ട്. എല്ലാവരും ബിൽഗേറ്റ്സ് അല്ല. അവിടെ ഈ ചൈനയുടെ ഉൽപ്പന്നങ്ങളും തായ്വാന്റെ ഉൽപ്പന്നങ്ങളും വിയറ്റ്നാമിന്റെ ഉൽപ്പന്നങ്ങളും ഒക്കെ വാങ്ങുന്ന ഒരു ബഹുഭൂരിപക്ഷം പേരുണ്ട്. സാമ്പത്തികമായ ഒരു വളരെ ദരിദ്രമായ അവസ്ഥയിലും ഉണ്ട്. അമേരിക്കയിൽ പോലും സ്വന്തമായി വീടില്ലാത്ത എത്രയോ പേരുണ്ട്. ന്യൂയോർക്ക് അവിടെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്നല്ലേ ഇപ്പൊ പുതിയ മേയർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ അവസ്ഥ. അപ്പൊ എല്ലാ രാജ്യത്തും ദരിദ്രമുണ്ട് മറ്റുള്ള. അപ്പം അത്തരക്കാർക്ക് നല്ല ഒരു ഡ്രസ്സിന്റെ ഒരു കളക്ഷൻ ആയിരുന്നു ഈ 2 രാജ്യങ്ങളും. സീറോ താരിഫിലായത് കയറിപ്പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇന്ത്യ അത് ഒപ്പിടുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്ത്യ ഈ ടെക്സ്റ്റൈൽ രംഗത്ത് വലിയൊരു മാർക്കറ്റാണ്. നമ്മുടെ അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റി അയച്ചിരുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ കിറ്റക്സ് സാബുവിന്റെ ഒക്കെ കഥ നമ്മൾ അതിനോടൊക്കെ ചേർത്ത് വായിക്കുന്നത്. അങ്ങനെ ഈ തിരുപ്പൂർ ആയാലും ഗുജറാത്ത് ആയാലും സൂററ്റ് ആയാലും ഒക്കെ തന്നെ ഇതിന്റെ ഒരു വലിയ കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു വിപണി ഫുള്ള് യൂറോപ്യൻ കൺട്രിയിലേക്ക് സീറോ താരിഫിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബംഗ്ലാദേശിന്റെ പാകിസ്ഥാനിന്റെയും മെറ്റീരിയലിനേക്കാൾ കുറച്ചുകൂടി നല്ല മെറ്റീരിയലാണ് പോകുന്നത്. അപ്പൊ സീറോ താരിഫ് വരുമ്പോഴത്തേനും മുമ്പ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ തുണിത്തരങ്ങൾ വാങ്ങുന്നതിന് അവർക്കുണ്ടായിരുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ട് അല്പം പൈസ കൂടുതലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ആ സീറോ താരിഫ് ആയി കഴിയുമ്പോഴത്തേനും പൈസയ്ക്ക് വലിയ വ്യത്യാസം വരുന്നില്ല, എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സുഗമമായി നടത്തിപ്പും നടക്കുന്നുണ്ട്. ഇതാണ് അവരുടെ ഇപ്പോൾ ഈ ട്രേഡിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിന്റെ ട്രേഡിംഗ് ഇപ്പോൾ അല്പം കോസ്റ്റ്ലി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇന്ത്യയുടെ വിമാനത്താവളങ്ങളും പോർട്ടുകളും ഒന്നും ഇപ്പൊ ബംഗ്ലാദേശിന്റെ ചരക്ക് കടത്തിന് അനുവദിക്കുന്നില്ല, റോഡ് മാർഗവും അനുവദിക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവർക്ക് അതല്പം എക്സ്പെൻസീവ് ആയി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത് കിട്ടുന്നതെന്ന് ആലോചിക്കണം. ഈ പണി അവർക്ക് കയറ്റി അയക്കുന്ന ഒരു മേഖല. തുർക്കിക്കും ഇതിനോടൊപ്പം തന്നെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. കാരണം തുർക്കി പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും ഈ നാറ്റോ സഖ്യരാജ്യവുമാണ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് അവർക്ക് കരാറുമുണ്ട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിനകത്ത്. ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സീറോ താരിഫിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറിപ്പോകുമ്പോൾ സ്വാഭാവികമായി യൂറോപ്പിൽ നിന്നും ഈ ഉൽപ്പന്നങ്ങൾ തുർക്കി വാങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഒന്നത്. രണ്ടാമത്തെ കാര്യം ആയുധപരമായിട്ട്, അതായത് ഈ ആയുധങ്ങൾ നിർമ്മിക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രീതിയിലേക്കും കൂടി യൂറോപ്പ് മാറുകയാണ്. അക്ഷരാതെ തുർക്കിക്ക് കിട്ടിയ ഒരു വലിയ പണിയാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അത് പറയാൻ കഴിയും. കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് തുർക്കി വാങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇത് മാറും. കാരണം ഈ നമ്മുടെ ഉൽപ്പന്നങ്ങൾ സീറോ താരിഫിലേക്ക് യൂറോപ്പിൽ എത്തുമ്പോൾ യൂറോപ്പിൽ എത്തുന്ന ആ ഉൽപ്പന്നങ്ങൾ അത് മറ്റിടങ്ങളിലേക്കും പോകുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി കയറ്റിറക്കും ഒക്കെ ഉള്ള ഒരു കരാറ് തുർക്കിക്കുമുണ്ട്. അപ്പൊ ഈ ഫ്രീ ട്രേഡിംഗ് തന്നെ തുർക്കിയും, അതായത് സീറോ താരിഫിൽ തന്നെ യൂറോപ്പിൽ നിന്ന് ഈ സാധനം എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ആ ഒരു മെത്തേഡിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ റീബാഡ്ജിങ് ഉണ്ടാകുമായിരിക്കാം, റീബാഡ്ജ് ചെയ്തിട്ടായിരിക്കും അത്തരത്തിൽ പോകുന്നത്. അപ്പം തുർക്കിക്ക് സംബന്ധിച്ച് അതൊരു ആത്മഹത്യാപരം ആയിട്ടൊരു കാര്യം തന്നെ ആയിരിക്കും. കാരണം ഓരോ രാജ്യവും കരുതുന്നത് എന്താണ്, തങ്ങളുടെ രാജ്യത്തേക്ക് ഒരു രാജ്യം ബിസിനസ് ഡീൽ വരിക, ആ താരിഫിലൂടെ തങ്ങൾക്ക് ഒരു വരുമാനം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വരുമാനം അവർക്ക് ഇല്ല എന്ന് മാത്രവുമല്ല, പകരം സീറോ താരിഫിൽ തന്നെ ഇവിടെ എത്തേണ്ട ഒരു സ്ഥിതി അവർക്കും ഉണ്ടാകുകയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ. അപ്പം അത്തരത്തിൽ വരുന്നു. അപ്പൊ ഇതിനകത്ത് ഈ നിലവിൽ പാകിസ്ഥാന്റെ ഒരു സാമ്പത്തിക അവസ്ഥ തകർന്നു നിൽക്കുന്നു. അവരുടെ അവശേഷിക്കുന്ന നട്ടെല്ലുകളിൽ ഒന്ന് അവരുടെ വസ്ത്രവ്യാപാരം തന്നെയാണ്. മറ്റൊന്ന് ഈ പറയുന്ന നമ്മുടെ രാജ്യവുമായിട്ട് അവർക്ക് ഈ പച്ചക്കറി വ്യാപാരങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതിർത്തിയിൽ. നമുക്കറിയാം വാഗ അതിർത്തിയെ അടച്ചാൽ തന്നെ 50,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ ചെറുകിട ഉരുളൻകിഴങ്ങ്, ഉപ്പ്, അതുകണക്കുള്ള സാധനങ്ങളുടെ കച്ചവടമൊക്കെ. പക്ഷെ സത്യത്തിൽ ആ വ്യാപാര പാത അടച്ചത് നമ്മളല്ല. 2019 ഇവന്മാര് തന്നെയാണ് അടച്ചത്, പാകിസ്ഥാൻ തന്നെ. അതല്ലേ ഇന്ത്യ പറയുന്നത്, ഞങ്ങൾ അടച്ചോ, ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, നിങ്ങൾ അടച്ചു, അത് അടഞ്ഞു തന്നെ ഇരുന്നോട്ടെന്നാണ് ഇന്ത്യ പറയുന്നത്. അല്ല, നമ്മളല്ല അത് വേണ്ടെന്ന് വെച്ചത്, നമ്മളല്ല പാത അടച്ചു. ഇപ്പൊ അത് എനിക്ക് 2024 5000 കോടി രൂപയ്ക്ക് മുകളിലായ നഷ്ടം. അവിടെ ചെറുകിട വ്യാപാരികളുടെ വലിയ സമരത്തിലാണ്. കാരണം ഇത് വേറെ ആരും വാങ്ങാനില്ല. ഇത് വേറെ ഇന്ത്യയിലാകുമ്പോഴത്തേനും റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിക്കാനും കഴിയുമായിരുന്നു.
അവര് തന്നെ അതിന്റെ വഴി അടച്ചതോടുകൂടി തന്നെ തീർന്നു. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ പോയി പണി മേടിച്ചത് കണ്ടില്ലായിരുന്നു? അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ ഇവന്മാര് തന്നെ പാത അടച്ചു കളഞ്ഞു. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വ്യാപാരങ്ങൾ ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു, പേടിപ്പിക്കാൻ ചെയ്തതാണ്. പക്ഷെ എന്ത് സംഭവിച്ചത്? അഫ്ഗാനിസ്ഥാൻ നേരെ ഇന്ത്യയിലേക്ക് വന്നു. നമുക്കിനി ഇന്ത്യൻ മെഡിസിൻ മതി, ഇന്ത്യൻ സാധനങ്ങൾ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്താ ചെയ്തത്? അഫ്ഗാനിസ്ഥാൻ അവരുടെ പാത അങ്ങ് അടച്ചു. എന്നിട്ട് അതായത് പാകിസ്ഥാൻ തുറന്നാൽ ഇനി ഞങ്ങളുടെ പാത തുറക്കില്ല എന്ന്. അവസാനം പാകിസ്ഥാൻ യുഎനിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഇത് പുനരാരംഭിക്കണമെന്ന് പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ അത് ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. അതായത് ഇവന്മാര് തന്നെ ഓരോ പൊട്ടത്തരം കാണിച്ചു വെച്ചതാണ് ഇവരുടെ വ്യാപാരം ഈ അയൽ രാജ്യങ്ങളുമായിട്ടുള്ളത് തന്നെ നശിക്കാനുണ്ടായ ഒരു കാരണം. ദൈവം സഹായിച്ച് ബംഗ്ലാദേശ് ഇതുവരെ അങ്ങനെയുള്ള ഗീർവാണങ്ങളൊന്നും അടിച്ചിട്ടില്ല ഇന്ത്യയുമായിട്ടുള്ള. കാരണം അരി വേണം, വൈദ്യുതി വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏതാ ഞങ്ങൾ നിങ്ങൾക്ക് ഒന്നും തരില്ല. കാരണം തുണിത്തരങ്ങളും ഒക്കെ, കാരണം നമ്മുടെ നൂലായിരുന്നു അന്ന്. നമ്മള് ഈ ബംഗ്ലാദേശുമായിട്ടുള്ള വിഷയം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇന്ത്യൻ വ്യാപാരികൾ ഈ നൂല് കൊടുക്കുന്നത് നിർത്തിയായിരുന്നു. ആ നൂല് കൊടുക്കുന്നത് നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിൽ തന്നെ അവിടുത്തെ കമ്പനികളെ അത് പ്രതിസന്ധിയിലാക്കി. കാരണം ഈ നൂല് കിട്ടിയാൽ മാത്രമാണല്ലോ തുണി നെയ്യുക എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ഉണ്ടല്ലോ. ആ ഇൻഡസ്ട്രീസ് ഒക്കെ പോകുന്നു എന്ന് മാത്രവുമല്ല, ഈ തുണിത്തരങ്ങൾ ഇങ്ങോട്ടേക്ക് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. ഇന്ത്യയിൽ കൊടുക്കാൻ കഴിയുന്നില്ല, ഇന്ത്യൻ കമ്പനികൾക്ക് അത് കൊടുക്കാൻ കഴിയുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വഴി കയറ്റി വിടാനും കഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുകയാണ് അവർ നിലവിൽ. അതിന്റെ ഇടയ്ക്കാണ് ഈ എന്താ പറയുന്നത്, മോങ്ങാനിരുന്ന നായുടെ തല തേങ്ങ വീടു എന്ന് പറഞ്ഞ തേങ്ങയല്ല വീണ, ഇടിവെട്ടാണ് ഏറ്റത്. ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോ സമ്പൂർണ്ണമായി എന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം. ഇവിടെ അത് കൂടാതെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ രംഗം, നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ ഇവിടെ വിഷയമുണ്ടായ കഴിഞ്ഞ വർഷം തന്നെ 2024 തന്നെ ഇന്ത്യൻ കമ്പനികളെല്ലാം തന്നെ മരുന്ന് കൊടുക്കുന്നത് നിർത്തി. അവസാനം ബംഗ്ലാദേശ് ഒരുപാട് പറഞ്ഞതിന് ശേഷം കുറച്ച് മരുന്ന് കൊടുക്കും. അതിന് ഇന്ത്യൻ കമ്പനികൾ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, വിഷയമല്ല. അവർ പറയുന്നത് ഞങ്ങൾ കൊടുത്ത മരുന്നിന്റെ പൈസ കിട്ടിയിട്ടില്ല, കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം ഭരണം മാറി, ഞങ്ങൾ എവിടുന്ന് പോയി വാങ്ങും, ഞങ്ങളുടെ സ്റ്റോക്ക് വലിയ രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇത് തന്നെയാണ് അദാനിയും പറയുന്നത്. അദാനി പറഞ്ഞു ഞങ്ങൾക്ക് ബംഗ്ലാദേശിനോട് വിരോധമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടണ്ടേ. ഇനി ആര് തരും? ഈ പ്രാന്തന്മാര് കൂടെ ഇരുന്ന് ഭരിക്കുന്നു. ഇതിനകത്ത് ആരാണ് ഭരിക്കുന്നതെന്നോ ആരാണ് നിയന്ത്രിക്കുന്നതെന്നോ അറിയത്തില്ല. ഈ പൈസ എവിടുന്ന് കിട്ടും? ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലാഭം വേണമല്ലോ സ്വാഭാവികമായി തന്നെ. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സമ്പൂർണമായിട്ട്, അതായത് ആ വാർത്ത ബംഗ്ലാദേശിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഈ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഈ സീറോ താരിഫ് ഒപ്പുവെച്ചതിന്റെ വാർത്ത കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഫെബ്രുവരി 1 മുതൽ പതുക്കെ ബംഗ്ലാദേശിലെ തുണിമില്ലുകളെല്ലാം പൂട്ടപ്പെടുമെന്നല്ല മാത്രമല്ല, വാർത്തയിൽ പറയുന്ന കാര്യം, പൂട്ടിയിട്ട തുണിമില്ലുകൾ വിറ്റാൽ പോലും ഇപ്പോഴുണ്ടാകുന്ന നഷ്ടം നികത്താൻ കഴിയില്ല. അതായത് ഈ മില്ലുകൾ വിറ്റാൽ പോലും നികത്താൻ കഴിയില്ലെന്ന. ഇതിനേക്കാൾ പരിതാപകരമാണ് ഈ പറയുന്ന പാകിസ്ഥാന്റെ കാര്യം. അവരുടെ കയറ്റുമതിയുടെ ഒരു പ്രധാന ഭാഗം പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. അവരുടെ ഈ കമ്പിളി, അതുപോലെ പരുത്തി തുണികള്, അങ്ങനെയുള്ള വസ്ത്രങ്ങൾ, അങ്ങനെ ഒരു വലിയ രീതിയിൽ തന്നെ. അതുപോലെ തന്നെ ഈ തുകലുൽപ്പന്നങ്ങളും അവിടുന്ന് കയറി പോകുന്നുണ്ട്. ഇതെല്ലാം വലിയ രീതിയിൽ അവർക്കൊരു അവർക്ക് ഇൻകം വന്നുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യം. അവിടേക്കാണ് ഒരു വലിയ ഇൻഡസ്ട്രിയൽ രാജ്യം, അല്ലെങ്കിൽ ഒരു വലിയ ഇതിന്റെയൊക്കെ ഒരു കേന്ദ്രമായി ഇന്ത്യ ഇപ്പോ അങ്ങോട്ടേക്ക് സീറോ താരിഫിലേക്ക് കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായി തന്നെ അതിനുള്ള ഒരു ഇതുണ്ടാകില്ലല്ലോ, സ്വാഭാവികം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് ഈ വിലയ്ക്ക് തന്നെ വേറൊന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാൻഡല്ലേ നോക്കൂ. അതാണ് അവരെ സംബന്ധിക്കുന്നത്. കാരണം പൊതുവെ തകർന്നു നിൽക്കുകയായിരുന്നു ബംഗ്ലാദേശിന്റെ ടെക്സ്റ്റൈൽ രംഗം. ഇന്ത്യയുമായിട്ടുള്ള ഒരു സംഘർഷമാണ് അവരുടെ ആ ഒരു മേഖലയെ തകർച്ച വന്നത്. ഇപ്പോൾ അത് ഏതാണ്ട് സമ്പൂർണമായി എന്ന് പറയാം. ധനുഷ് ആദ്യം പറഞ്ഞ എന്താണ്, പൂർണ്ണമായി തന്നെ അതിനെ ഇല്ലാതാക്കി എന്ന് പറയാം. പൂർണ്ണമായി തന്നെ തുടച്ചു നീക്കി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇനി അവർക്ക് പുതിയൊരു വിപണി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും അതിനുള്ള ഒരു കപ്പാസിറ്റി, ഒരു നയതന്ത്ര ബന്ധമോ ഇല്ലെങ്കിൽ അതിനുള്ള നീക്കം നടത്താനുള്ള സാഹചര്യമൊന്നും അല്ല ഈ രണ്ട് രാജ്യത്ത്. യുനെസിനെ സംബന്ധിച്ച് ഈ മാസം 12-ാം തീയതി, ഈ മാസം എന്ന് ഞാൻ പറഞ്ഞ ഫെബ്രുവരി 12-ാം തീയതി അവിടെ ഇലക്ഷൻ നടക്കുക ബംഗ്ലാദേശിൽ. അവിടെ എവിടെയൊക്കെ ബോംബ് പൊട്ടുമെന്നോ എത്ര പേര് മരിക്കുമെന്നോ ഒരു ഉറപ്പുമില്ല. അമേരിക്കയൊക്കെ പറഞ്ഞിരിക്കുന്ന പൗരന്മാരോട് ബംഗ്ലാദേശോട് പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് സമയം അവിടെ പൊട്ടിത്തെറിയും സ്ഫോടനവും ഉറപ്പാണ്. അത് ഏത് പരുവത്തിൽ പോകുന്നു ആർക്കും അറിയില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് എവിടുന്നൊക്കെയാണ് അടി വരുന്നത് അതുങ്ങൾക്ക് പോലും അറിയില്ല. ഒരു സൈഡിൽ അഫ്ഗാനിസ്ഥാൻ, വേറെ സൈഡിൽ ഇന്ത്യ, അതിന്റെ ഇടയ്ക്ക് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ഖൈബർ പഖ്തൂണിൽ TTP, അങ്ങനെ കിടക്കുന്ന ഒരു നീണ്ട നിര അവർക്ക് കിടക്കും. ഇതിന്റെ ഇടയ്ക്ക് അവർ ഏത് രാജ്യവുമായിട്ട് ഡീലിനും ഡിപ്ലോമസിക്കും പോകാനാണ്? അവിടെ ഉണ്ടായിരുന്ന ഫോറിൻ കമ്പനികൾ പലതും പൂട്ടിപ്പോയി, സുരക്ഷിതമല്ല എന്ന കാരണത്തിൽ അവർ പോയി. ചൈനക്കാരുടെ കമ്പനികൾ തന്നെ മൂലധനം പോലും കിട്ടാതെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ചൈനയുടെ കമ്പനികൾ പലതും പൂട്ടി അവിടെ പാകിസ്ഥാനിൽ. സെക്യൂരിറ്റി ഇല്ലാതെ ഒരു കമ്പനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ലല്ലോ.
ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഏതായാലും നരേന്ദ്രമോദി ചെയ്ത 2 കാര്യങ്ങൾ, അതിലൊന്ന് സിന്ധു നദീജല കരാർ, അത് പാകിസ്ഥാന് കൊടുത്തത് അണുബോംബിനേക്കാളും വലിയ, ഹൈഡ്രജൻ ബോംബിനേക്കാളും വലിയ ഒരു പ്രഹരമായിരുന്നുവെങ്കിൽ ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ഒപ്പിട്ടൊരു കരാറ് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെ സാമ്പത്തികമായി നട്ടെല്ല് തകർത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം. ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഇതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു കാരണം ഇതിനകത്ത് ഒന്നും പറയാൻ കഴിയില്ല. ഇനിയിപ്പോ നാളെ പോയിട്ട് ഇന്ത്യയോട് പറയുകയാണ് നിങ്ങൾ ഇതിന് പിന്മാറാൻ പറയാൻ കഴിയുമോ? പാകിസ്ഥാന് പറയാൻ കഴിയില്ല. യൂറോപ്യൻ യൂണിയനിൽ പോയിട്ട് പറയാൻ കഴിയുമോ ഇന്ത്യയോട് നിങ്ങൾ ഡീലൊന്നും നടത്തരുതെന്ന്? ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ കണ്ടത് കഴിഞ്ഞ ദിവസം ചൈനയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ചൈനയുടെ സ്റ്റേറ്റ്മെന്റ് അവരങ്ങനല്ല പറയുന്നത്, അവര് കുറെ താത്വികമായിട്ടാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഈ യൂറോപ്യൻ യൂണിയൻ ഈ ഭീകരവാദത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും ആയുധത്തിന്റെ ഇതിലൊക്കെ കരാറ് വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ ചൈനയുമായിട്ടൊക്കെ ഇന്ത്യക്കുള്ള ആ പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊരു വലിയ വിഷയമായി മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഷയമായി മാറുന്ന ചൈനയുടെ കേസിലല്ല, പകരം ചൈനയ്ക്കും ഇതൊരു ചെറിയ കൊട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡിംഗിലേക്ക് വരുമ്പോൾ നമ്മുടെ കച്ചവടം കൂടുതൽ മേഖലകളിലേക്ക് എത്തുകയാണ്. ഇതും ചൈനയ്ക്കും ഇത് ദോഷകരമായി തന്നെയാണ് ബാധിക്കുന്നത്. കാരണം ചൈനയുടെ മാർക്കറ്റ് ആയാലും എല്ലാ രാജ്യങ്ങളുടെ മാർക്കറ്റ് ആയാലും ഈ അമേരിക്കൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പൊ ആ മാർക്കറ്റിലേക്ക് ഇന്ത്യ കൂടി കടന്നു വരുന്നതിനകത്ത് ആർക്കും വലിയ താല്പര്യമുള്ളതല്ല. പക്ഷെ നമ്മൾ കടന്നു ചെന്നപ്പോഴത്തേനും നമ്മൾ കടന്ന് മുൻപോട്ട് പോകുമ്പോൾ പുറകിലൊരു ശബ്ദം കേൾക്കുമ്പോൾ നോക്കുമ്പോൾ തകർന്ന് തരിപ്പണമായി 2 പാവങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. ചൈനയ്ക്കൊന്നും പിന്നെ അത്ര ഒരു തകർച്ച വരുന്നില്ലല്ലോ, സ്വാഭാവികമായിട്ട് അവർക്ക് വരുന്നില്ല. കാരണം അവർക്കൊരു വലിയ വൈവിധ്യമാർന്ന വിപണി ഈ ലോകത്തുള്ളിടത്തോളം കാലം അവർക്ക് ആ പ്രശ്നം വരുന്നില്ല. ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇനി പുതിയ വിപണി എവിടെ പോയിട്ടാണ് കണ്ടെത്തേണ്ടത്? അവരുടെ വിപണി, ബംഗ്ലാദേശിന്റെ വിപണി ഭൂട്ടാൻ, നേപ്പാളൊക്കെ ആയിരുന്നു. ആ റോഡ് നമ്മൾ അടച്ചിട്ട് ഇപ്പോൾ 1 വർഷമാകുന്നു. അപ്പൊ ഏത് വഴിയാണ് ഈ ചുറ്റിയൊക്കെ പോകുന്നുണ്ട്? ഇതുവഴി സുഗമമായിട്ട് പോയിക്കൊണ്ടിരുന്ന അവരുടെ മാലുകളെല്ലാം ഇപ്പൊ പോകുന്നില്ല. അതാണ്ട് അവസ്ഥയാണ്. ഏതായാലും നരേന്ദ്രമോദി കൊടുത്ത അടുത്ത ഒരു ബോംബാണ് ഇത്. അതായത് ഒരു തുള്ളി രക്തം ചീന്താതെ തന്നെ ആണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും.